ഹലോ ഓൾ, ഡോക്ടർ ആഷിഖാണ് ഫ്രം ബാട്ടി കാലിക്കറ്റ്. നമുക്കെല്ലാവർക്കും അറിയാം, നീറ്റ് MDS എക്സാം മെയ് 2 കഴിഞ്ഞ് ഓൾമോസ്റ്റ് ഒരു 3 months കഴിഞ്ഞതിന് ശേഷം നമ്മുടെ MCC അവരുടെ കൗൺസിലിങ്ങിൻ്റെ നോട്ടിഫിക്കേഷൻ പുറത്തിറക്കിയിട്ടുണ്ട്. നമുക്കെല്ലാവരും നമ്മൾ കുറേ കാലം ഡിസ്കസ് ചെയ്തൊരു കാര്യം തന്നെയായിരുന്നു ഈ കൗൺസിലിംഗ് പ്രോസസ്സ് ഡിലേ ആവുന്നതിനെക്കുറിച്ചും അതുപോലെ തന്നെ കുട്ടികൾ അനുഭവിക്കുന്ന ഇഷ്യൂസിനെ കുറിച്ചൊക്കെ നമ്മൾ വളരെ അധികം ഡിസ്കസ് ചെയ്തൊരു കാര്യമാണ്. സോ ഫൈനലി നമ്മളെല്ലാവരും ആഗ്രഹിച്ച 2026 എക്സാമിൻ്റെ കൗൺസിലിംഗ് പ്രോസസ്സിലോട്ട് എന്ത് ചെയ്യുകയാണ്, നമ്മൾ കടക്കാൻ വേണ്ടി പോവുകയാണെന്നുള്ളതാണ്. സോ കൗൺസിലിംഗ് പ്രോസസ്സിൻ്റെ സമയത്ത് നമ്മൾ ആക്ച്വലി ശ്രദ്ധിക്കേണ്ട അല്ലെങ്കിൽ നമ്മൾ കൗൺസിലിങ്ങിൻ്റെ പ്രോസ്പെക്ടസ് ബേസ് ചെയ്ത് നമ്മൾ അറിഞ്ഞിരിക്കേണ്ട കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നുണ്ടാവുക. നമുക്കെല്ലാവർക്കും അറിയാം, കൗൺസിലിംഗ് എന്നുള്ളത് വലിയൊരു പ്രോസസ്സാണ്. നമ്മുടെ MDS പോലത്തെ ഒരു ഗവൺമെൻറ് സീറ്റ്സും അതുപോലെ തന്നെ പ്രൈവറ്റ് സീറ്റ്സും ഒരു സ്പെഷ്യാലിറ്റി സീറ്റ്സ് നമ്മൾ ചൂസ് ചെയ്യാൻ പോകുന്ന ഒരു വലിയ പ്രോസസ്സാണ്. സോ അതിൻ്റേതായിട്ടുള്ള ഇമ്പോർട്ടൻസും അതിൻ്റേതായിട്ടുള്ള സീരിയസ്നെസ്സും ഈ ഒരു കാര്യത്തിൽ നിങ്ങൾ കൊണ്ടുവരണം എന്നുള്ളതാണ് എനിക്ക് ആദ്യം നിങ്ങളോട് പറയാനുള്ളത്. രണ്ടാമതായിട്ട് നമുക്ക് എല്ലാവർക്കും അറിയാം, ഇതൊരു ലോങ് പ്രോസസ്സാണ്. റൗണ്ട് 1, റൗണ്ട് 2, റൗണ്ട് 3, അതിന് ശേഷമുള്ള സ്റ്റേ റൗണ്ട്. ഇതിലൊക്കെ വളരെ പേഷ്യൻ്റായി വളരെ നല്ല രീതിയിൽ, അതായത് നിങ്ങൾ ലോജിക്കലി ചിന്തിച്ചൊക്കെ തന്നെ നിങ്ങൾ എന്ത് ചെയ്യണം, നിങ്ങൾ മൂവ് ചെയ്യണം എന്നുള്ള കാര്യം എനിക്ക് പറഞ്ഞു തരാനുണ്ട്. ഓൾസോ ഞാനിപ്പോൾ പറയുന്ന ഡാറ്റാസ് എല്ലാം MCCയുടെ കൗൺസിലിംഗ് പ്രോസ്പെക്ടസ് ബേസ് ചെയ്തിട്ട് വളരെ മിനിമലായിട്ടുള്ള ഡാറ്റയാണ്. ഒരു ലോങ് പേജുള്ള പ്രോസ്പെക്ടസ് ആണ്. സോ നിങ്ങൾക്ക് വളരെ ഫ്രീ ആയിട്ട് അതിലെ എല്ലാ പോയിന്റ്സും നോക്കി എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും, നിങ്ങൾക്ക് മുന്നോട്ട് പോകാൻ വേണ്ടി പറ്റും എന്നുള്ളതാണ്. സോ ഞാൻ വളരെ മിനിമലായിട്ടുള്ള ഏറ്റവും ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളെക്കുറിച്ചാവും ഇന്ന് ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. സോ നമ്മുടെ ഇന്നത്തെ ഈ ഒരു സെഷനിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നുണ്ട്. തീർച്ചയായിട്ടും ഇൻഫർമേഷൻസ്, ഡോക്യുമെൻറ്റ്സ് എന്തൊക്കെയാണ് ആവശ്യമുള്ളത്, ഫീസ് എത്രയാണ്, ചോയ്സ് ഫില്ലിങ്സ് എങ്ങനെയൊക്കെയാണ് നിങ്ങൾക്ക് ചെയ്യാൻ വേണ്ടി പറ്റുക, ഓൾസോ റൗണ്ട് 1, റൗണ്ട് 2 to 3 ആൻഡ് സ്റ്റേ റൗണ്ട്സിനെ കുറിച്ചിട്ടുള്ള വളരെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഒരു ഡിസ്കഷനാണ് നമ്മളിന്ന് ചെയ്യാൻ വേണ്ടി പോകുന്നത്. നമ്മൾ കമ്മിങ് ടു നമ്മൾ ഇതിലോട്ട് വരുന്ന സമയത്ത് നിങ്ങൾ രജിസ്റ്റർ ചെയ്യുന്നതിന് മുമ്പ് നിങ്ങൾ ശ്രദ്ധിച്ചിരിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. അതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് നിങ്ങൾ MCCയുടെ ഒഫീഷ്യൽ വെബ്സൈറ്റ് വഴി തന്നെ എന്ത് ചെയ്യണം, നിങ്ങൾ രജിസ്ട്രേഷൻസ് കംപ്ലീറ്റ് ചെയ്യണം എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആയ കാര്യമാണ്. ഓൾസോ നിങ്ങൾ രജിസ്ട്രേഷൻ്റെ സമയത്ത്, അതായത് നിങ്ങളെ അലോട്ട്മെൻറ്റിന് വേണ്ടി എക്സാമിന് രജിസ്റ്റർ ചെയ്ത സമയത്ത് നിങ്ങൾ യൂസ് ചെയ്ത മൊബൈൽ നമ്പറും ഇമെയിൽ ID തന്നെ യൂസ് ചെയ്യാൻ വേണ്ടി ഇമ്പോർട്ടൻ്റ് ആയിട്ട് ശ്രദ്ധിക്കുക എന്നുള്ളതാണ്. വളരെ ഇമ്പോർട്ടൻ്റ് ആയ ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ അവോയ്ഡ് ഏജൻറ്റ്സ് ഓർ തേർഡ് പാർട്ടീസ് ഫോർ രജിസ്ട്രേഷൻ. കാര്യം ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സ്റ്റെപ്പാണ്. തേർഡ് പാർട്ടീസ് വരുന്ന സമയത്തും അല്ലെങ്കിൽ ഏജൻസിനെയൊക്കെ നിങ്ങൾ ഏൽപ്പിക്കുന്ന സമയത്ത് ഡിഫറൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ മുന്നോട്ട് വരാനും ഡിഫറൻ്റ് ആയിട്ടുള്ള ചാലഞ്ചസ് നിങ്ങൾ ഫേസ് ചെയ്യേണ്ട കാര്യങ്ങളുണ്ടാവും. സോ നിങ്ങൾ തന്നെ രജിസ്റ്റർ ചെയ്യാൻ നോക്കുക. ഇത് ഭയങ്കര ബുദ്ധിമുട്ടുള്ള ജോലിയൊന്നുമല്ല. നിങ്ങളുടെ ഭാവിക്ക് വേണ്ടി നിങ്ങൾ കുറച്ച് സമയം സ്പെൻഡ് ചെയ്ത് നിങ്ങൾ കുറേ കാര്യങ്ങൾ ആലോചിച്ച് എന്ത് ചെയ്യുക, അതിലെ ഡിസിഷൻസ് എടുത്ത് മുന്നോട്ട് പോകുക എന്നുള്ളതാണ്. നിങ്ങൾ പിന്നെ ഏതെങ്കിലും ഏജൻസിനെ ഏൽപ്പിക്കുന്നുണ്ടെങ്കിൽ ചോയ്സ് ഫില്ലിങ്ങും അലോട്ട്മെൻറ്റ് പ്രോസസ്സും അല്ലെങ്കിൽ ഓൺലൈൻ രീതിയിലുള്ള കാര്യങ്ങൾ നിങ്ങളുടെ പ്രസൻസിൽ തന്നെ ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കുക എന്നുള്ളത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. ഓക്കെ, വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള നെക്സ്റ്റ് സ്റ്റെപ്പാണ് ഓൺലി 1 കൗൺസിലിംഗ് പ്രോസസ്സ് ആപ്ലിക്കേഷൻ മാത്രമേ നിങ്ങൾ രജിസ്റ്റർ ചെയ്യുക എന്നുള്ളത്. ഓൾസോ കോൺഫിഡൻഷ്യലായിട്ടിരിക്കുക. നിങ്ങളുടെ ഡോക്യുമെൻറ്റ്സും അതുപോലെ തന്നെ നിങ്ങളുടെ പാസ്വേഡ്സൊക്കെ കോൺഫിഡൻഷ്യലായിട്ട് കീപ്പ് ചെയ്യുക. ഒറിജിനൽ ഡോക്യുമെൻറ്റ്സ് എന്ത് ചെയ്യുക, നിങ്ങൾ റെഡിയാക്കി വെക്കുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. കമ്മിങ് ടു കൗൺസിലിംഗ് ഫീസിലോട്ട് വരുന്ന സമയത്ത് നമുക്ക് എല്ലാവർക്കും അറിയാം, ഓൾ ഇന്ത്യ കോട്ട റിസർവ്ഡും EW സ്റ്റുഡൻസിനൊക്കെ 1000 rupees രജിസ്ട്രേഷൻ ഫീസ്. 25,000 രൂപയാണ് എന്ത് ചെയ്യുന്നത്, അവരുടെ സെക്യൂരിറ്റി ഡെപ്പോസിറ്റ് ആയിട്ട് നിങ്ങൾ ഡെപ്പോസിറ്റ് ചെയ്യേണ്ടതെന്നുള്ളതാണ്. SC ST OBC കാറ്റഗറി PWD കാറ്റഗറി 500 രൂപയും 10,000 രൂപയാണ് എന്ത് ചെയ്യുന്നുണ്ടാവുക, അവരുടെ സെക്യൂരിറ്റി ഡെപ്പോസിറ്റ് ആയിട്ട് വരുന്നുണ്ടാവുക. ഓൾസോ DMD യൂണിവേഴ്സിറ്റിയിലാണ് നിങ്ങൾ രജിസ്റ്റർ ചെയ്യുന്നതെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് 5,000 രൂപയും 2 ലക്ഷം രൂപയാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. 2 ലക്ഷം രൂപയാണ് എന്ത് ചെയ്യുന്നുണ്ടാവുക, അവിടെ സെക്യൂരിറ്റി ഡെപ്പോസിറ്റ് ആയിട്ട് നിങ്ങൾ എന്ത് ചെയ്യുന്നുണ്ടാവുക, വെക്കേണ്ടില്ല. രജിസ്ട്രേഷൻ ഫീസ്, അതായത് നിങ്ങൾ അടക്കുന്ന രജിസ്ട്രേഷൻ ഫീസ് എന്ത് ചെയ്യില്ല, നോൺ റീഫണ്ടബിൾ ആണ്. ഓൾസോ സെക്യൂരിറ്റി ഡെപ്പോസിറ്റ് റീഫണ്ടബിൾ ആണ്, സബ്ജക്റ്റ് ടു റൂൾസ്. അതിൻ്റെ റൂൾസ് ഞാൻ പറയുന്നുണ്ടാവും. സോ റീഫണ്ടബിൾ ആണ് നിങ്ങളുടെ സെക്യൂരിറ്റി ഡെപ്പോസിറ്റ്, ബട്ട് സർട്ടൻ കണ്ടീഷൻസിൽ അത് നോൺ റീഫണ്ടബിൾ ആയിട്ട് വരുന്ന സാഹചര്യം ഉണ്ടാവാറുണ്ട്. സോ ഇതാണ് കാൻഡിഡേറ്റ്സിൻ്റെ ഫീസും ബാക്കി കാര്യങ്ങളും ബേസ് ചെയ്തിട്ടുള്ള വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ. കമ്മിങ് ടു ഡോക്യുമെൻറ്റ്സ്, നിങ്ങൾ റെഡിയാക്കി വെക്കേണ്ട ഡോക്യുമെൻറ്റ്സിനെ കുറിച്ചാണ് സംസാരിക്കുമ്പോൾ ഞാൻ ഡിഫറെൻറ്റ് വീഡിയോയിൽ ഇതിൻ്റെ കാര്യങ്ങളും പോസ്റ്റേഴ്സ് ഒക്കെ ഔട്ട് ചെയ്തിട്ടുണ്ട്. അതിൽ നോക്കുകയാണെങ്കിൽ നിങ്ങളുടെ അലോട്ട്മെൻറ്റ് ലെറ്റർ നിങ്ങൾക്ക് ആവശ്യമുണ്ട്, നീറ്റ് MDSന് അഡ്മിറ്റ് കാർഡ് ആവശ്യമുണ്ട്, ഓൾസോ നീറ്റ് MDSന് റാങ്ക് ലെറ്റർ ആവശ്യമുണ്ട്, ഓൾസോ ഫൈനൽ ഇയർ മാർക്ക് ഷീറ്റ്സ്, ഫസ്റ്റ് ഇയർ മുതൽ ഫൈനൽ ഇയർ മാർക്ക് ഷീറ്റ്സ്, നിങ്ങളുടെ ഡിഗ്രി സർട്ടിഫിക്കറ്റ്സ്, CRRI, ഓൾസോ നിങ്ങളുടെ സ്റ്റേറ്റ് ഡെൻ്റൽ കൗൺസിലിങ്ങിൻ്റെ രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റ് ആവശ്യമുണ്ട്, നിങ്ങളുടെ ബർത്ത് സർട്ടിഫിക്കറ്റ് അല്ലെങ്കിൽ നിങ്ങളുടെ 10th സ്കൂൾ സർട്ടിഫിക്കറ്റ്സ്, ഒരു വാലിഡ് ആയിട്ടുള്ള ID പ്രൂഫ് നിങ്ങൾക്ക് എന്ത് ചെയ്യുന്നുണ്ട്, ഡോക്യുമെൻറ്റ് വെരിഫിക്കേഷൻ
വെരിഫിക്കേഷൻ്റെ സമയത്ത് നിങ്ങൾക്ക് ആവശ്യമുണ്ട്. സോ ഇതെല്ലാം കയ്യിൽ റെഡിയാക്കി വെക്കുക. ഓൾസോ ഇതിൽ തന്നെ ഡിഫറെൻ്റ് ആയിട്ടുള്ള റിസർവേഷൻസ് ഒക്കെ വരുന്ന സമയത്ത് നിങ്ങളുടെ കയ്യിൽ ഉണ്ടാവേണ്ട കുറച്ച് ഡാറ്റാസിനെ കുറിച്ചും കൂടി നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, നമ്മൾ പറയുന്നുണ്ട്. അതിൽ തീർച്ചയായിട്ടും SC/ST സർട്ടിഫിക്കറ്റ്സ് നിങ്ങൾ റിസർവേഷൻ ക്ലെയിം ചെയ്യാനുള്ള അത് പ്രത്യേകം ശ്രദ്ധിക്കുക. നിങ്ങൾക്ക് റിസർവേഷൻസ് ഉണ്ടെങ്കിൽ MCCയുടെ സൈറ്റിൽ തന്നെ അല്ലെങ്കിൽ പ്രോസ്പെക്ടസിൽ തന്നെ അതിലുള്ള ഫോർമാറ്റ് പറയുന്നുണ്ട്. സോ ആ ഫോർമാറ്റ് കീപ്പ് ചെയ്യുന്നതാവും ഏറ്റവും സേഫ്. കാര്യം അവരൊരു ഫോർമാറ്റ് തന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ വേറൊരു ഫോർമാറ്റിൽ കീപ്പ് ചെയ്യേണ്ട കാര്യമില്ല. ആ ഫോർമാറ്റിൽ തന്നെ എന്ത് ചെയ്യുക, നിങ്ങൾ കീപ്പ് ചെയ്യാൻ നോക്കുക. അതാവും ഏറ്റവും സേഫ്. ലാസ്റ്റ് മിനിറ്റ് പാനിക് ഒഴിവാക്കാൻ അത് നല്ലതാണ്. ഓൾസോ നിങ്ങൾക്ക് OBC സ്റ്റുഡൻസ് ആണെങ്കിൽ NCL പോലത്തെ സർട്ടിഫിക്കറ്റ്സ് ആവശ്യമുണ്ട്. EW സ്റ്റുഡൻസിന് EWSൻ്റെ സർട്ടിഫിക്കറ്റ്. നിങ്ങൾക്ക് എന്തെങ്കിലും തരത്തിലുള്ള റിസർവേഷൻസ് PWD റിസർവേഷൻസ് ഒക്കെ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതിൻ്റെ സർട്ടിഫിക്കറ്റ്സ് വെക്കാം. നിങ്ങൾ NRI അതുപോലെ തന്നെ ഡിഫറൻ്റ് ആയിട്ടുള്ള ഡോക്യുമെൻറ്റ്സ് ആവശ്യമുള്ള സ്റ്റുഡൻസ് ആണ്, അത് റെഡിയാക്കി വെക്കാം. ഓൾസോ നിങ്ങൾ ഔട്ട്സൈഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഡിഫറൻ്റ് ആയിട്ടുള്ള സ്പോൺസേർഡ് ആയിട്ടുള്ള കാൻഡിഡേറ്റ്സ് ഒക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും അത് എന്ത് ചെയ്യാൻ വേണ്ടി വെക്കാം, നിങ്ങൾ കരുതി വെക്കാം എന്നുള്ളത് ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ട് റൂളായിട്ട് പറയുന്നത്. എല്ലാം ഒറിജിനൽ ഡോക്യുമെൻറ്റ്സ് അഡ്മിഷൻ മേ നോട്ട് ബി പെർമിറ്റഡ്. ഒറിജിനൽ അല്ലാത്ത ഡോക്യുമെൻറ്റ്സ് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും അഡ്മിഷൻ പെർമിറ്റ് ചെയ്യില്ല എന്നുള്ളത് വളരെ ഡിഫറൻ്റ് ആയിട്ട് തന്നെ അവർ പറയുന്നുണ്ട്. ഓൾസോ വെരിഫൈ അഡീഷണൽ റിക്വയർമെൻറ്റ്സ് വിത്ത് യുവർ അലോട്ടഡ് കോളേജ്. സംടൈംസ് നിങ്ങൾ ഡിഫറൻ്റ് ആയിട്ടുള്ള സിറ്റീസിലോട്ടൊക്കെ പോകുന്ന സമയത്ത് അവിടെ കോളേജിന് ആവശ്യമായിട്ടുള്ള സ്പെസിഫിക് ആയിട്ടുള്ള എന്തെങ്കിലും ഡീറ്റെയിൽസ് ആവശ്യമുണ്ടോ എന്നുള്ളത് നിങ്ങൾ കോളേജിൽ വിളിച്ചിട്ടും അതുപോലെ തന്നെ അവരുടെ സൈറ്റ്സ് വഴിയൊക്കെ എന്ത് ചെയ്യാം, നിങ്ങൾക്ക് അന്വേഷിക്കാം എന്നുള്ളതാണ്. കമ്മിങ് ടു ചോയ്സ് ഫില്ലിങ്ങിലോട്ട് കിടക്കുന്ന സമയത്ത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് കുട്ടികൾ ശ്രദ്ധിക്കേണ്ട അല്ലെങ്കിൽ ആസ്പിറൻസ് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്താ വെച്ചാൽ ഒരിക്കലും വളരെ റാൻഡം ആയിട്ട് നിങ്ങൾ ചോയ്സ് ഫില്ല് ചെയ്യരുത്. കാര്യം ഇവിടെ ഒരു വേർഡ് പറയുന്നുണ്ട്, യുവർ ചോയ്സ് ഷുഡ് ബി ബേസ്ഡ് ഓൺ യുവർ പ്രയോറിറ്റി നോട്ട് ബേസ്ഡ് ഓൺ സം വൺസ് റാങ്ക്. അതായത് നിങ്ങളുടെ റാങ്ക് അല്ലെങ്കിൽ നിങ്ങളുടെ കോളേജ് എന്ന് പറയുന്നത് നിങ്ങളുടെ പ്രയോറിറ്റി ബേസ് ചെയ്തിട്ടുള്ളതാവണം, ഒരാളുടെ റാങ്ക് ബേസ് ചെയ്തിട്ടാവരുത് എന്നുള്ളത് ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം പറയുന്നുണ്ട്. സോ നിങ്ങൾ കോളേജ് ചൂസ് ചെയ്യുന്നതിന് മുമ്പ് അല്ലെങ്കിൽ നിങ്ങൾ അലോട്ട് ആവുന്നതിന് മുമ്പ് കോളേജ്, സ്പെഷ്യാലിറ്റി, ട്യൂഷൻ ഫീസ്, സ്റ്റൈപ്പൻഡ്, ഹോസ്റ്റൽ, ബോണ്ട് ആൻഡ് സർവീസ് കണ്ടീഷൻസ്, കോഴ്സ് ഡ്യൂറേഷൻസ്, ലൊക്കേഷൻ ആൻഡ് പേഴ്സണൽ പ്രിഫറൻസ്, ഇത്രയും കാര്യങ്ങൾക്ക് ഇമ്പോർട്ടൻസ് കൊടുത്തതിന് ശേഷം മാത്രം ഒരു ചോയ്സ് ഫില്ല് ചെയ്യുക എന്നുള്ളതാണ്. ഇതിലെല്ലാം വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. കോളേജ് ഇമ്പോർട്ടൻ്റ് ആണ്, സ്പെഷ്യാലിറ്റി ഇമ്പോർട്ടൻ്റ് ആണ്, ട്യൂഷൻ ഫീസ് ഇമ്പോർട്ടൻ്റ് ആണ്, സ്റ്റൈപ്പൻഡ് ഇമ്പോർട്ടൻ്റ് ആണ്, ഹോസ്റ്റൽ ഇമ്പോർട്ടൻ്റ് ആണ്, ഓൾസോ ബോണ്ട് ആൻഡ് സർവീസ് കണ്ടീഷൻസ് ഇമ്പോർട്ടൻ്റ് ആണ്. കാര്യം ഡിഫറെൻറ്റ് സ്റ്റേറ്റ്സുകളിൽ ഡിഫറെൻറ്റ് ബോണ്ടാണ്, ഡിഫറെൻറ്റ് സർവീസ് കണ്ടീഷൻസ് ആണ്. സോ അതൊക്കെ മനസ്സിലാക്കിയതിന് ശേഷം മാത്രം എന്ത് ചെയ്യുക, നിങ്ങളുടെ ചോയ്സ് ഫില്ല് ചെയ്യാൻ വേണ്ടി പ്രത്യേകം ശ്രദ്ധിക്കുക എന്നുള്ളതാണ്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു സ്ലൈഡാണ്. ഇത്തവണത്തെ നീറ്റ് MDSൽ വന്ന ഒരു ബിഗ്ഗസ്റ്റ് ചേഞ്ച് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ രണ്ട് വാക്കുകളാണ്, ഫ്രീസ് ആൻഡ് ഫ്ലോട്ട്. ഈ രണ്ട് വാക്കുകൾ നിങ്ങൾ ഇനി ഒരു 1.5 മാസം അല്ലെങ്കിൽ 2 മാസം ഏറ്റവും കൂടുതൽ കേൾക്കാൻ വേണ്ടി പോകുന്ന രണ്ട് വാക്കുകളാണ്. എന്താണ് ഫ്രീസ്? വാട്ട് ഈസ് ഫ്രീസ്? ഐ ആം സാറ്റിസ്ഫൈഡ് വിത്ത് മൈ അലോട്ടഡ് സീറ്റ്സ്. അതാണ് ഫ്രീസ്. അതായത് നിങ്ങൾ സാറ്റിസ്ഫൈഡ് ആണ്, നിങ്ങൾക്ക് കിട്ടിയ സീറ്റുമായിട്ട് നിങ്ങൾ സാറ്റിസ്ഫൈഡ് ആണ്. യു ആക്സെപ്റ്റ് ദ അലോട്ടഡ് സീറ്റ്. You do not want to upgradation. You complete physical reporting admission formality as required. You stay with the allotted seat. അതായത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടൊരു കോളേജ് ഫസ്റ്റ് അലോട്ട്മെൻറ്റിൽ കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും, നിങ്ങളുടെ സീറ്റ് ഫ്രീസ് ചെയ്യാൻ വേണ്ടി പറ്റും എന്നുള്ളതാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. സോ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ശ്രദ്ധിക്കേണ്ട രണ്ട് വാക്കുകളാണ് ഫ്രീസ് ആൻഡ് ഫ്ലോട്ട്. കമ്മിങ് ടു വാട്ട് ഈസ് ഫ്ലോട്ട്, എന്താണ് ഫ്ലോട്ട്? അതിലോട്ട് വരുന്ന സമയത്ത് ഐ ആക്സെപ്റ്റ് ദ സീറ്റ് ബട്ട് ഐ വാണ്ട് എ ബെറ്റർ ഓപ്ഷൻ ഇൻ ദ നെക്സ്റ്റ് റൗണ്ട്. അതായത് എനിക്ക് അപ്ഗ്രഡേഷന് പോകണം, ഞാൻ എന്ത് ചെയ്യുന്നു, ബെറ്റർ ആയിട്ടുള്ള ഒരു സീറ്റിന് വേണ്ടി ഞാൻ അപ്ഗ്രഡേഷനിലോട്ട് പോകുന്നു എന്നുള്ള കാര്യം കൺഫേം ചെയ്യുന്നതിനാണ് ഫ്ലോട്ട് എന്ന് പറയുക. സോ യു ആക്സെപ്റ്റ് ദ കറണ്ട് അലോട്ടഡ് സീറ്റ്, യു ഓപ്റ്റ് ഫോർ അപ്ഗ്രഡേഷൻ, യു ക്യാൻ പാർട്ടിസിപ്പേറ്റ് ഫോർ ദ ബെറ്റർ സീറ്റ് ഇൻ ദ നെക്സ്റ്റ് റൗണ്ട് ആസ് പെർ ദ കൗൺസിലിംഗ് റൂൾസ്. In round 2, float candidates submit documents online and do not need to physically report upgrade the process. തീർച്ചയായിട്ടും ഫ്ലോട്ട് ചെയ്യുന്ന ഒരു കുട്ടീനെ സംബന്ധിച്ച് ഇത്തവണയുള്ള ഒരു മേജർ ചേഞ്ച് എന്താണെന്ന് വെച്ചാൽ, നിങ്ങൾക്ക് അപ്ഗ്രേഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഓൺലൈൻ സബ്മിഷൻ വഴി നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും, നിങ്ങളുടെ ഡോക്യുമെൻറ്റ്സ് വെരിഫൈ ചെയ്ത് നിങ്ങൾക്ക് അപ്ഗ്രേഡേഷന് മൂവ് ചെയ്യാൻ വേണ്ടി പറ്റുന്നതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഇത്തവണ കൊണ്ടുവന്ന ചേഞ്ചസ്. ലാസ്റ്റ് ഇയറിലൊക്കെ ഫിസിക്കൽ റിപ്പോർട്ടിംഗ് ആവശ്യമുണ്ടായിരുന്നു. ഇത്തവണ നിങ്ങൾ അപ്ഗ്രേഡ് ചെയ്യുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഓൺലൈൻ വഴി നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും, നിങ്ങളുടെ അപ്ഗ്രേഡേഷൻ പോസിബിൾ ആവുന്നുള്ളതാണ്. നിങ്ങളുടെ ഡോക്യുമെൻറ്റ് വെരിഫൈ ചെയ്തതിന് ശേഷം എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും, നിങ്ങൾക്ക് അപ്ഗ്രേഡേഷൻസിൽ മൂവ് ചെയ്യാൻ വേണ്ടി പറ്റുന്നുള്ളതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട്. സോ വളരെ സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ, ഈസി വേ ടു റിമെമ്പർ എന്ന് പറയുകയാണെങ്കിൽ, ഫ്രീസ് ഈസ് ഈക്വൽ ടു കീപ് മൈ സീറ്റ്. നിങ്ങൾ ലോക്ക് ചെയ്യുന്നു എന്നുള്ളതിനാണ് അതിനർത്ഥം. അതിന് ലോക്ക് എന്നതിന് സിമ്പിൾ നമ്മൾ കൊടുത്തിട്ടുണ്ട്. ഫ്ലോട്ട് എന്ന് പറഞ്ഞാൽ ട്രൈ ഫോർ എ ബെറ്റർ സീറ്റ്. അപ്പോൾ നമുക്ക് മേ ബി ഒരു ഫ്യൂച്ചർ ആയിട്ടുള്ള ഒരു ബെറ്റർ സീറ്റ് നമ്മൾ ട്രൈ ചെയ്യുന്നു എന്നുള്ളതാണ് നിങ്ങൾ ശ്രദ്ധിക്കുന്നത്. സോ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ശ്രദ്ധിക്കേണ്ട രണ്ട് വാക്കുകളാണ് ഫ്രീസ് ആൻഡ് ഫ്ലോട്ട്. ഇത്തവണത്തെ അലോട്ട്മെൻറ്റിൽ വന്ന ഏറ്റവും മേജർ ആയിട്ടുള്ള ഒരു ചേഞ്ചാണ് ഫ്രീസ് ആൻഡ് ഫ്ലോട്ട്. ഓക്കെ, സോ നമ്മൾ കമ്മിങ് ടു വെൻ ടു ചൂസ്
വാട്ട്. എന്തൊക്കെയാണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതെന്നുള്ള കാര്യങ്ങളാണ്. ചൂസ് ഫ്രീസ് ഇഫ് ദിസ് കോളേജ് പ്ലസ് സ്പെഷ്യാലിറ്റി ഈസ് ഗുഡ് ഇനഫ് ഫോർ മീ, ഐ ഡോണ്ട് വാണ്ട് ടു അപ്ഗ്രേഡ്. എപ്പോഴാണ് നിങ്ങൾ ഫ്രീസ് ചൂസ് ചെയ്യേണ്ടത്? തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഒരു ഇഷ്ടപ്പെട്ട കോളേജ്, ഒരു ഇഷ്ടപ്പെട്ട ഡിപ്പാർട്ട്മെൻറ്റ് കിട്ടിക്കഴിഞ്ഞാൽ ഡെഫിനറ്റ്ലി നിങ്ങൾ അപ്ഗ്രേഡ് ചെയ്യേണ്ട കാര്യമില്ല, നിങ്ങൾ ഫ്രീസ് ചെയ്യുക. ചൂസ് ഫ്ലോട്ട് ഇഫ് ഐ വിൽ ആക്സെപ്റ്റ് ദിസ് സീറ്റ് ബട്ട് ഐ വാണ്ട് ടു ട്രൈ ഫോർ എ ബെറ്റർ പ്രിഫറൻസ് ഇൻ ദ നെക്സ്റ്റ് റൗണ്ട്. തീർച്ചയായിട്ടും നിങ്ങൾക്ക് കുറച്ചും കൂടി നല്ല റാങ്ക് ഉണ്ട്, നിങ്ങൾക്ക് ഫസ്റ്റ് അലോട്ട്മെൻറ്റ് മേ ബി നിങ്ങൾ വിചാരിച്ചൊരു സീറ്റ്സോ കോളേജോ ഡിപ്പാർട്ട്മെൻറ്റോ എല്ലാം കിട്ടിയിട്ടുണ്ടാവുക. സോ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും? ഫ്ലോട്ട് ചെയ്യാൻ വേണ്ടി പറ്റും എന്നുള്ളതാണ്. സോ റിമെമ്പർ, ഒരു കാര്യം അവർ പറയുന്നുണ്ട്, ഡോണ്ട് ചൂസ് ഫ്ലോട്ട് ജസ്റ്റ് ബിക്കോസ് എവരി വൺ എൽസ് ഈസ് ചൂസിങ് ഇറ്റ്. എല്ലാവരും അത് ചൂസ് ചെയ്യുന്നതിനെ കുറിച്ച് ഉണ്ടെന്ന് കരുതി നിങ്ങളെല്ലാതും ഫ്ലോട്ട് ചെയ്യേണ്ട കാര്യമില്ല എന്നുള്ളതാണ് പറയുന്നത്. നിങ്ങളുടെ പ്രിഫറൻസ്, നിങ്ങൾക്ക് ആവശ്യമുള്ള സീറ്റ്സ് കിട്ടിയിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഫ്രീസ് ചെയ്യുക. നിങ്ങൾക്ക് ആവശ്യമുള്ള സീറ്റ് കിട്ടിയിട്ടില്ലെങ്കിൽ ഫ്ലോട്ട് ചെയ്ത് മുന്നോട്ട് പോകുക എന്നുള്ളതാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ട് കാര്യം. ഇതിലും ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ റൗണ്ട് 1, റൗണ്ട് 2, റൗണ്ട് 3 നിങ്ങൾക്ക് എന്ത് ചെയ്യുന്നുണ്ടാവും, വരുന്നുണ്ടാവും. അതും നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുണ്ടാവും. കമ്മിങ് ടു റൗണ്ട് 1, നമുക്ക് എല്ലാവർക്കും അറിയാം 1, 2, 3 ഒരു 4th റൗണ്ട് ഉണ്ട്. അത് സ്ട്രേ എന്ന പേരിലാണ് എന്ത് ചെയ്യുന്നുണ്ടാവുക, അറിയപ്പെടുന്നുണ്ടാവുക. സോ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയി ശ്രദ്ധിക്കേണ്ട 4 റൗണ്ട്സ് ആണുള്ളത്, 1, 2, 3 ആൻഡ് സ്ട്രേ. സോ എന്താണ് റൗണ്ട് 1 നടക്കുന്നത്? നിങ്ങൾ രജിസ്റ്റർ ചെയ്യാം, ചോയ്സ് ഫില്ലിംഗ് ആൻഡ് ലോക്കിംഗ് ചെയ്യുക. നിങ്ങൾ കോളേജ് ഡിപ്പാർട്ട്മെൻറ്റ് ഒക്കെ വിസിറ്റ് ചോയ്സ് ഫില്ലിംഗ് ആൻഡ് ലോക്ക് ചെയ്യാം. സീറ്റ് അലോട്ട്മെൻറ്റ് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഫിസിക്കൽ റിപ്പോർട്ടിംഗ് ഇമ്പോർട്ടൻ്റ് ആണ്. അത് നിങ്ങൾ സീറ്റ് അലോട്ട് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾ അവിടെ പോയി ഫിസിക്കൽ റിപ്പോർട്ട് ചെയ്ത് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും, നിങ്ങൾക്ക് ആ അപ്ഗ്രേഡേഷൻ അവിടെ കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടി പറ്റും എന്നുള്ളതാണ്. അതായത് നിങ്ങൾക്ക് ആ കോളേജിൽ നിങ്ങൾക്ക് പ്രിഫറൈഡ് ആയിട്ടുള്ള സീറ്റ് കിട്ടിക്കഴിഞ്ഞാൽ ഫസ്റ്റ് അലോട്ട്മെൻറ്റിൽ നിങ്ങൾക്ക് ഫിസിക്കൽ റിപ്പോർട്ട് ചെയ്ത് ആ സീറ്റ് കൺഫേം ചെയ്യാൻ വേണ്ടി പറ്റും. നിങ്ങൾ അപ്ഗ്രേഡ് ചെയ്യുന്നില്ല ഒരു കാൻഡിഡേറ്റ് ആണെങ്കിൽ ഫസ്റ്റ് അലോട്ട്മെൻറ്റിന് കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾ അവിടെ ഫിസിക്കലി റിപ്പോർട്ട് ചെയ്ത് നിങ്ങളുടെ പ്രോസസ്സ് അവസാനിപ്പിക്കാം. ഇഫ് യു ഗെറ്റ് എ സീറ്റ് സാറ്റിസ്ഫൈഡ് ആണെങ്കിൽ നിങ്ങൾക്ക് ഫ്രീസ് ചെയ്യാം. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നിങ്ങൾ സാറ്റിസ്ഫൈഡ് ആണ്, നിങ്ങളുടെ സീറ്റ്സും ഡിപ്പാർട്ട്മെൻറ്റിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും, ഫ്രീസ് ചെയ്യാൻ വേണ്ടി പറ്റും. വാണ്ട് ടു അപ്ഗ്രേഡ് ദ പ്രോസസ്, ഫോളോ ദ പ്രിസ്ക്രൈബ്ഡ് അപ്ഗ്രേഡ് പ്രോസസ്. നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഫ്ലോട്ട് ചെയ്തിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും, മുന്നോട്ട് പോകാൻ പറ്റും. ഇഫ് യു ഡോണ്ട് ഗെറ്റ് എ സീറ്റ് ഇൻ റൗണ്ട് 1, യു ക്യാൻ പാർട്ടിസിപ്പേറ്റ് ഇൻ റൗണ്ട് 2 without fresh registration. If you don't get a seat in round 1, you can participate in round 2 without a fresh registration എന്നുള്ളതാണ് എന്ത് ചെയ്യുന്നുണ്ട് അവിടെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് റൂൾ. സോ അത് എന്ത് ചെയ്യുക, നിങ്ങൾ മനസ്സിലാക്കി വെക്കുക എന്നുള്ളതാണ്. ഇതാണ് റൗണ്ട് 1 ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് കാര്യം. റൗണ്ട് 2 വരുന്ന സമയത്ത് ഒരു ബി കെയർഫുൾ എന്നുള്ളൊരു വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സൈറൺ നമ്മളിവിടെ കൊടുത്തിട്ടുണ്ട്. ഫ്രഷ് ചോയ്സ് ഫില്ലിംഗ് ആണ് നിങ്ങൾക്ക് നടത്തേണ്ടി വരിക. ഫ്രഷ് രജിസ്ട്രേഷൻ ഫോർ എലിജിബിൾ ന്യൂ കാൻഡിഡേറ്റ്സ്, അതായത് എലിജിബിൾ ആയിട്ടുള്ള ന്യൂ കാൻഡിഡേറ്റ്സിന് ഫ്രഷ് രജിസ്ട്രേഷൻ ആണ് ആവശ്യമുണ്ടാവുക. ഫ്ലോട്ട് ഓപ്ഷൻ ഫോർ അപ്ഗ്രേഡേഷൻ, നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഫ്ലോട്ട് ഓപ്ഷൻസ് ഇവിടെ അവൈലബിൾ ആവുന്നുണ്ടാവും. ഫ്രീസ് കാൻഡിഡേറ്റ്, അതായത് നിങ്ങൾ സെക്കൻഡ് റൗണ്ടിൽ ഫ്രീസ് ചെയ്ത് കഴിഞ്ഞാൽ ഫിസിക്കലി റിപ്പോർട്ട് ചെയ്ത് അഡ്മിഷൻസ് പ്രൊസീഡ് ചെയ്യുക എന്നുള്ളതാണ്. ഫ്ലോട്ട് കാൻഡിഡേറ്റ് ഓൺലൈൻ ഡോക്യുമെൻറ്റേഷൻസും ഇവിടെയും പ്രോസസ്സ് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും, നടത്താൻ വേണ്ടി പറ്റും എന്നുള്ളതാണ്. നിങ്ങൾക്ക് സെക്കൻഡ് അലോട്ട്മെൻറ്റിൽ കിട്ടി, നിങ്ങൾക്ക് അപ്ഗ്രേഡ് ചെയ്യുന്നുണ്ടെങ്കിൽ ഫ്ലോട്ട് ചെയ്യുക, നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും, ഓൺലൈൻ ഡോക്യുമെൻറ്റ് പ്രോസസ്സ് നടത്തിയിട്ട് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും, നിങ്ങൾക്ക് അപ്ഗ്രേഡേഷൻ ഓപ്ഷനിൽ പോകാൻ വേണ്ടി പറ്റും. സെക്യൂരിറ്റി ഡെപ്പോസിറ്റ് അപ്ലൈ ഫ്രം റൗണ്ട് 2 ഓൺവേർഡ് സ്പെസിഫിക് സിറ്റുവേഷൻസ് എന്ന് അവരെന്ത് ചെയ്യുന്നുണ്ട്, സെപ്പറേറ്റ് ആയിട്ട് പറയുന്നുണ്ട്. സോ ആ സ്പെസിഫിക് സിറ്റുവേഷൻസ് എന്ത് ചെയ്യുക, നിങ്ങൾ നമ്മുടെ MCCയുടെ പ്രോസ്പെക്ടസ് നോക്കി മനസ്സിലാക്കുക എന്നുള്ളതാണ്. സോ റൗണ്ട് 2 ശ്രദ്ധിക്കേണ്ട വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളും നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. റൗണ്ട് 3 നമ്മളൊരു സൈറൺ തന്നെ ഇവിടെ കൊടുത്തിട്ടുണ്ട്, വളരെ ഇമ്പോർട്ടൻ്റ് കാര്യം. തിങ്ക് കെയർഫുള്ളി ബിഫോർ ആക്സെപ്റ്റിംഗ് എ റൗണ്ട് 3 സീറ്റ്, ചെക്ക് എവറിത്തിങ്, ഡോണ്ട് കാഷ്വലി സ്കിപ്പ് ജോയിനിങ്, don't assume you can resign later, security deposit can be forfeited, further MCC participation can be affected, round 3 decision very serious. നിങ്ങൾക്ക് റൗണ്ട് 3 ഒരു സീറ്റ് കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങളത് എന്തായാലും എടുത്തിരിക്കണം. വളരെ സിമ്പിളായിട്ടുള്ള കാര്യമാണ്. നിങ്ങൾ റൗണ്ട് 3 നിങ്ങൾക്ക് ഒരു സീറ്റ് കിട്ടിക്കഴിഞ്ഞാൽ എന്തായാലും നിങ്ങൾ ആ സീറ്റ് എടുത്തിരിക്കണം. അത് ഇനി പ്രൈവറ്റ് ഡെൻ്റൽ കോളേജ് ആണെങ്കിലും അതുപോലെ തന്നെ ഗവൺമെൻറ് ഡെൻ്റൽ കോളേജ് ആണെങ്കിലും റൗണ്ട് 3 നിങ്ങൾക്ക് ഒരു സീറ്റ് കിട്ടിക്കഴിഞ്ഞാൽ ആ സീറ്റ് എടുത്തിരിക്കണം. നിങ്ങൾ ആ സീറ്റ് എടുത്തിട്ടില്ലെങ്കിൽ നിങ്ങളുടെ സെക്യൂരിറ്റി ഡെപ്പോസിറ്റ് ഫോർഫിറ്റഡ് ആവും. നെക്സ്റ്റ് MCC കൗൺസിലിംഗിൽ നിങ്ങൾക്ക് പഠിക്കാൻ വേണ്ടി പറ്റില്ല. വളരെ സിമ്പിളറാണ്. ഇത് റെഡ് ഫ്ലാഗ് ആണ്, നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക. റെഡ് ഫ്ലാഗ് ഇവിടെ നിങ്ങൾ എത്തിയിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ എന്ത് ചെയ്യുക, അടുത്ത സീറ്റ്സ് എന്തായാലും എടുത്തിരിക്കണം എന്നുള്ളതാണ്. അപ്പോൾ വെറുതെ 1, 2, 3 എന്നൊന്നും ആവശ്യമില്ലാണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഫ്ലോട്ട് ചെയ്ത് കളിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ റൗണ്ട് 3 ലോക്ക് ആവുന്നതായിരിക്കും. സോ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം, റൗണ്ട് 3 നിങ്ങൾക്ക് കിട്ടിക്കഴിഞ്ഞാൽ അവിടെ എന്തായാലും പോകേണ്ടി വരും, അവിടെ അഡ്മിഷൻസ് എടുക്കേണ്ടി വരും, അവിടെ ഫിസിക്കലി റിപ്പോർട്ട് ചെയ്ത് അഡ്മിഷൻ പ്രൊസീജിയർ ക്ലോസ് ചെയ്യേണ്ടി വരും. നിങ്ങൾ എങ്ങാനും അവിടെ അഡ്മിഷൻ എടുത്തില്ലെങ്കിൽ നിങ്ങൾ സെക്യൂരിറ്റി ഡെപ്പോസിറ്റ് ഫോർഫിറ്റ് ഉണ്ടാവും. നെക്സ്റ്റ് MCC കൗൺസിലിംഗ് റൗണ്ടിലോട്ട് നിങ്ങൾക്ക് നടക്കാൻ വേണ്ടി പറ്റില്ല എന്നുള്ളത് ഇമ്പോർട്ടൻ്റ് കാര്യമാണ്. സെക്യൂരിറ്റി ഡെപ്പോസിറ്റ് വെൻ യു ക്യാൻ ലൂസ് ഇറ്റ്, എപ്പോഴാണ് നിങ്ങളുടെ സെക്യൂരിറ്റി ഡെപ്പോസിറ്റ് നഷ്ടപ്പെടുക എന്നുള്ളതാണ്. ദ സെക്യൂരിറ്റി ഡെപ്പോസിറ്റ് മേ ബി ഫോർഫിറ്റഡ് ഇഫ് യു ഡോണ്ട് കംപ്ലീറ്റ് ദ റിക്വയർഡ് ജോയിനിങ് അപ്ഗ്രേഡേഷൻ ഫോർമേഷൻ. നിങ്ങൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ അപ്ഗ്രേഡേഷൻ ഫോർമാലിറ്റീസും അവിടെ ഒന്നും പ്രോപ്പറായിട്ട് ജോയിൻ ചെയ്തിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യുന്നുണ്ടാവും, സെക്യൂരിറ്റി ഡെപ്പോസിറ്റ് നഷ്ടപ്പെടും. അഡ്മിഷൻ ഗെറ്റ് ക്യാൻസൽഡ് ബിക്കോസ് ഓഫ് ഇൻകറക്റ്റ് ഇൻഫോർമേഷൻസ്. തീർച്ചയായിട്ടും നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നിങ്ങൾ കൊടുക്കുന്ന ഡാറ്റാസ്, അത് നിങ്ങളുടെ സർട്ടിഫിക്കറ്റ്സ്, നിങ്ങളുടെ കാസ്റ്റ് സർട്ടിഫിക്കറ്റ്സ്, അതുപോലെ തന്നെ നമ്മൾ സബ്മിറ്റ് ചെയ്യാൻ പറഞ്ഞ ഡാറ്റാസ് പ്രോപ്പർ അല്ലെങ്കിൽ നിങ്ങളുടെ
സെക്യൂരിറ്റി ഡെപ്പോസിറ്റ് ഫോർഫിറ്റഡ് ആവുന്നുണ്ടാവും. നിങ്ങൾക്ക് ആവശ്യമുള്ള റിക്വയർഡ് ആയിട്ടുള്ള ഡോക്യുമെൻറ്റ്സ് ആവശ്യമുള്ള സമയത്ത് നിങ്ങൾ ജോയിനിങ് സമയത്ത് അത് പ്രോപ്പർലി സബ്മിറ്റ് ചെയ്തിട്ടില്ലെങ്കിലും എന്തെന്നുണ്ടാവും, നിങ്ങളുടെ സെക്യൂരിറ്റി ഡെപ്പോസിറ്റ് ഫോർഫിറ്റ് ഉണ്ടാവും. അല്ലെങ്കിൽ എന്തെങ്കിലും സ്പെസിഫിക് ആയിട്ടുള്ള ഇഷ്യൂസ് അല്ലെങ്കിൽ നോൺ ജോയിനിങ് കണ്ടീഷൻസ് ഒക്കെ വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അതും അവരെന്ത് ചെയ്യുന്നുണ്ടാവും, സെക്യൂരിറ്റി ഡെപ്പോസിറ്റ് അവരെന്ത് ചെയ്യുന്നുണ്ടാവും, ഫോർഫിറ്റഡ് ആക്കുന്നുണ്ടാവും അല്ലെങ്കിൽ നഷ്ടപ്പെടുന്നുണ്ടാവും എന്നുള്ളതും ഇമ്പോർട്ടൻ്റ് കാര്യമാണ്. റീഫണ്ട് സെക്യൂരിറ്റി ഡെപ്പോസിറ്റ് റീഫണ്ട് തീർച്ചയായിട്ടും ഹാപ്പൻസ് കംപ്ലീഷൻ കൗൺസിലിംഗ് പ്രോസസ്സ് കഴിഞ്ഞതിന് ശേഷം മാത്രമേ സെക്യൂരിറ്റി ഡെപ്പോസിറ്റ് റീഫണ്ട് ആവുന്നുണ്ടാവുള്ളൂ. റീഫണ്ട് ഗോസ് ദ സെയിം അക്കൗണ്ട് ഓർ കാർഡ് യൂസ്ഡ് ഫോർ ദ പേയ്മെൻറ്റ്. നിങ്ങൾ പേയ്മെൻറ്റ് ചെയ്ത കാർഡിലോട്ടും അല്ലെങ്കിൽ അക്കൗണ്ടിലോട്ടുമാണ് റീഫണ്ട് ചെയ്യുന്നുണ്ടാവുക. QPR തീർച്ചയായിട്ടും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. തിരിച്ചു വരണമെന്നുണ്ടെങ്കിൽ ആ ബാങ്ക് അക്കൗണ്ടും കാർഡൊക്കെ പ്രോപ്പർലി ആക്റ്റീവായിട്ട് വെക്കുക എന്നുള്ളതാണ്. നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ട് തന്നെ എന്ത് ചെയ്യാൻ നോക്കുക, നിങ്ങൾ കീപ്പ് ചെയ്യാൻ നോക്കുക എന്നുള്ളതാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. ചെക്ക് ലിസ്റ്റുകൾ പറയുന്നുണ്ട്. ബിഫോർ കൗൺസിലിങ്ങിന് ഡോക്യുമെൻറ്റ്സ് റെഡിയാക്കി വെക്കുക, കാറ്റഗറി സർട്ടിഫിക്കറ്റ് റെഡിയാക്കി വെക്കുക, ബഡ്ജറ്റ് പ്ലാൻ ചെയ്യുക, കോളേജ് പ്രിഫറൻസ് പ്ലാൻ ചെയ്യുക, സ്പെഷ്യാലിറ്റി ഡിസൈഡ് ചെയ്ത് വെക്കുക. തീർച്ചയായിട്ടും കൗൺസിലിങ്ങിന് മുമ്പ് നിങ്ങൾ ചെയ്തിരിക്കേണ്ട ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. ആഫ്റ്റർ അലോട്ട്മെൻറ്റിന് ശേഷം നിങ്ങളുടെ അലോട്ട്മെൻറ്റ് ലെറ്റർ നിങ്ങൾ ഡൗൺലോഡ് ചെയ്ത് വെക്കുക. റിപ്പോർട്ടിംഗ് ഡെഡ് ലൈൻസ്, തീർച്ചയായിട്ടും ഡെഡ് ലൈൻസ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. മേ ബി നിങ്ങൾക്ക് ഡിഫറെൻറ്റ് സിറ്റീസിൽ ഡിഫറെൻറ്റ് സ്റ്റേറ്റിലോട്ടൊക്കെ ട്രാവൽ ചെയ്യുന്നുണ്ടാവും. സോ അതനുസരിച്ചിട്ടുള്ള ഡെഡ് ലൈൻസ് ഒക്കെ കീപ്പ് ചെയ്ത് പ്രോപ്പർലി അത് മാനേജ് ചെയ്യാൻ വേണ്ടി ട്രൈ ചെയ്യുക. ഒറിജിനൽ ഡോക്യുമെൻറ്റ്സ് ക്യാരി ചെയ്യുക. നമ്മൾ പണ്ട് സ്കൂളിലൊക്കെ പോയിരുന്ന പോലെ ഫോട്ടോസ്റ്റാറ്റുകളും അല്ലെങ്കിൽ ബാക്കി കോപ്പീസൊക്കെ കോളേജിൽ പോയി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അവിടെ അതിൻ്റേതായിട്ടുള്ള ഇഷ്യൂസ് ഫേസ് ചെയ്യും. സോ മെച്യൂർഡ് ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുന്ന പോലെ തന്നെ ഒറിജിനൽ ഡോക്യുമെൻറ്റ്സ് കയ്യിൽ വെക്കുക. ഫ്രീസ് ആൻഡ് ഫ്ലോട്ട് എന്ന കാര്യം പ്രോപ്പർലി മനസ്സിലാക്കുക. ഞാൻ അതിനെക്കുറിച്ച് വ്യക്തമായിട്ട് എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. ഫ്രീസ് ആൻഡ് ഫ്ലോട്ട് പ്രോപ്പർലി മനസ്സിലാക്കുക. സെക്യൂരിറ്റി ഡെപ്പോസിറ്റ് ഫോർഫിറ്റ് ആവുന്ന റൂൾസും നിങ്ങൾ എന്ത് ചെയ്യുക, മനസ്സിലാക്കി വെക്കുക എന്നുള്ളതാണ്. സോ ഓവറോൾ കൗൺസിലിങ്ങിനെ കുറിച്ച് നല്ല ധാരണ ഉണ്ടാക്കി വെക്കുക എന്നുള്ളതാണ്. ബിഫോർ ലോക്കിംഗ് ചോയ്സ് നിങ്ങളുടെ ഫീസ്, സ്റ്റൈപ്പൻഡ്, ബോണ്ട്, ഹോസ്റ്റൽ, കോളേജ്, സ്പെഷ്യാലിറ്റി ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു. ഇമ്പോർട്ടൻ്റ് ആയിട്ട് ശ്രദ്ധിക്കേണ്ട ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ് നിങ്ങളുടെ സ്പെഷ്യാലിറ്റി, കോളേജ്, സിറ്റി, അതുപോലെ തന്നെ അവിടുത്തെ സർവീസ് ബോണ്ടുകളെ കുറിച്ചും സ്റ്റൈപ്പൻഡിനെ കുറിച്ചൊക്കെ നല്ല ധാരണ ഉണ്ടാക്കി വെക്കുക എന്നുള്ളതും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. സോ ഇതിൽ വിട്ടുപോയ ഒരു കാര്യമുണ്ട്, റൗണ്ട് 4 എന്നുള്ളൊരു കാര്യമാണ്. റൗണ്ട് 4 തീർച്ചയായിട്ടും റൗണ്ട് 1, 2, 3 അലോട്ടഡ് ആവാത്ത സ്റ്റുഡൻസിന് വേണ്ടി മാത്രം നടക്കുന്ന പ്രോസസ്സാണ് റൗണ്ട് 4 അല്ലെങ്കിൽ സ്ട്രേ വേക്കൻസി എന്ന് നമ്മൾ പറയുന്ന റൗണ്ട് 4 എന്നുള്ളത്. 1, 2, 3 സീറ്റ് കിട്ടാത്ത ഒരു കുട്ടിക്ക് മാത്രം പങ്കെടുക്കാൻ വേണ്ടി പറ്റുന്ന ഒരു പ്രോസസ്സാണ് റൗണ്ട് 4 എന്നുള്ളത് മനസ്സിലാക്കുക. അവിടെ ഫ്രഷ് രജിസ്ട്രേഷനാണ് ഉണ്ടാവുക. നിങ്ങൾക്ക് അലോട്ടഡ് ആയിട്ടുള്ള സീറ്റ്സിൻ്റെ ലിസ്റ്റ് പബ്ലിഷ് ചെയ്യുന്നുണ്ടാവും. അത് ബേസ് ചെയ്തിട്ട് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും, നിങ്ങൾക്ക് ഡിപ്പാർട്ട്മെൻറ്റ് ബേസ് ചെയ്ത് കൊടുക്കാൻ വേണ്ടി പറ്റുന്നതാണ് റൗണ്ട് 4ൻ്റെ കാര്യം. സോ NEET MDS റിലേറ്റഡ് ആയിട്ട് കൗൺസിലിംഗ് റിലേറ്റഡ് ആയിട്ട് ഏറ്റവും മിനിമലായിട്ടുള്ള ഡിസ്കഷൻസ് ആണ് ഇപ്പോൾ നടന്നിട്ടുള്ളത്. ഇതിൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് റൗണ്ട് 1, റൗണ്ട് 2, റൗണ്ട് 3 റൂൾസിനെ കുറിച്ച് വളരെ ധാരണ ഉണ്ടാവണം. ഓൾസോ ഫ്രീസ് ആൻഡ് ഫ്ലോട്ടിനെ കുറിച്ച് ധാരണ ഉണ്ടാവും. നിങ്ങളുടെ സെക്യൂരിറ്റി ഡെപ്പോസിറ്റ് എപ്പോഴൊക്കെയാണ് നഷ്ടപ്പെടുക എന്നുള്ള കാര്യങ്ങളും നിങ്ങൾ മനസ്സിലാക്കണം. ഓൾസോ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ് നിങ്ങൾ ഒരു കോളേജ് ചൂസ് ചെയ്യുന്ന സമയത്തും അതുപോലെ തന്നെ ഡിപ്പാർട്ട്മെൻറ്റ് ചൂസ് ചെയ്യുന്ന സമയത്തും നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഇമ്പോർട്ടൻ്റ് ആയിട്ട് കാര്യങ്ങൾ. ഇത് കറൻ്റ്ലി ഓൾ ഇന്ത്യ കൗൺസിലിങ്ങിൻ്റെ കാര്യങ്ങളാണ് വന്നിട്ടുള്ളത്. യൂഷ്വലി നടക്കുന്ന പാറ്റേൺ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓൾ ഇന്ത്യ കൗൺസിലിംഗ് ആണ് ആദ്യം നടക്കുക. ഓൾ ഇന്ത്യ 1 വരും, പിന്നെ സ്റ്റേറ്റ് 1 വരും, ഓൾ ഇന്ത്യ 2 വരുന്നു, സ്റ്റേറ്റ് 2 വരുന്നു. ഈ ഒരു രീതിയിലാണ് യൂഷ്വലി എന്ത് ചെയ്യാറ് കൗൺസിലിംഗ് പ്രോസസ്സ് നടക്കാറ്. സോ അത് തീർച്ചയായിട്ടും നിങ്ങൾ മനസ്സിലാക്കി വെക്കുക. സോ ഓൾ ഇന്ത്യ വന്നതിന് ശേഷമാണ് സ്റ്റേറ്റ് വരിക, ഓൾ ഇന്ത്യ സെക്കൻഡ് വന്നതിന് ശേഷമാണ് സ്റ്റേറ്റ് 2 വരിക. അപ്പോൾ നിങ്ങൾക്ക് സീറ്റ്സ് ഓൾ ഇന്ത്യയിലും പങ്കെടുക്കാൻ വേണ്ടി പറ്റും, സ്റ്റേറ്റിലും പങ്കെടുക്കാൻ വേണ്ടി പറ്റും. നിങ്ങൾക്ക് ആവശ്യമുള്ള സീറ്റ്സുകൾ നിങ്ങൾ എന്ത് ചെയ്യുക, യൂഷ്വലി എടുക്കുന്ന രീതിയിൽ മനസ്സിലാക്കി വെക്കുക എന്നുള്ളതാണ്. സോ കൗൺസിലിംഗ് എന്ന് പറയുന്നത് തീർച്ചയായിട്ടും കുറച്ചും കൂടി നിങ്ങൾ ശ്രദ്ധിച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഗെയിമാണ്. നമ്മളുടെ ഒരു MDSൻ്റെ പ്രിപ്പറേഷൻസിലൊക്കെ നമ്മൾ പറയുന്ന പോലെ തന്നെ ഇത് തീർച്ചയായിട്ടും എൻഡ് ആവുക. നിങ്ങളുടെ കൗൺസിലിങ്ങിൽ നിങ്ങൾ വിചാരിച്ചൊരു സീറ്റിലോട്ട് ലാൻഡ് ചെയ്യുമ്പോൾ തന്നെയാണ് അത് ഒരു എൻഡ് ആവുക എന്നുള്ളത്. പഠിക്കുന്നത് പോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ടും നിങ്ങൾ വളരെ സൂക്ഷിച്ചും ചെയ്യേണ്ട ഒരു കാര്യം കൂടിയാണ് തീർച്ചയായിട്ടും നമ്മുടെ കൗൺസിലിംഗ് പ്രോസസ്സ് എന്നുള്ളത്. നിങ്ങൾക്ക് താഴെ കമൻറ്റ് ചെയ്യാം, ഡിഫറൻ്റ് ആയിട്ടുള്ള കൺഫ്യൂഷൻസ് നിങ്ങൾക്ക് താഴെ കമൻറ്റ് ചെയ്യാം. നമ്മൾ തീർച്ചയായിട്ടും റെസ്പോണ്ട് ചെയ്യുന്നതായിരിക്കും. ഓൾസോ നമ്മുടെ സോഷ്യൽസ് നിങ്ങൾക്ക് യൂസ് ചെയ്യാം. അതും നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും, നമുക്ക് കറക്റ്റ്ലി നിങ്ങൾക്ക് പറഞ്ഞുതരാൻ വേണ്ടി പറ്റുന്നതാണ്. ഓൾസോ നിങ്ങൾക്ക് പേഴ്സണലി എന്തെങ്കിലും ഹെൽപ്പ് വേണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ നമ്പേഴ്സ് നമ്മളിവിടെ കൊടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ആ നമ്പറിലോട്ട് മെസ്സേജ് അയച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും, നമുക്ക് നിങ്ങളെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടി പറ്റും. അപ്പോൾ അതും കൂടി നിങ്ങൾക്ക് ഞാൻ ജസ്റ്റ് ഒന്ന് എഴുതി വെക്കുന്നുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് അതിലും യൂട്ടിലൈസ് ചെയ്യാൻ വേണ്ടി പറ്റുന്നതാണ്. 90485922
00 ഇതാണ് നമ്മുടെ ഓഫീസ് നമ്പർ. നമ്മളതിൽ കണക്റ്റഡ് ആണ്. സോ നിങ്ങൾക്ക് എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇതിലോട്ട് വാട്സപ്പ് ചെയ്ത് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമുക്ക് പറ്റുന്ന രീതിയിലുള്ള ഹെൽപ്പുകൾ നമ്മൾ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഓൾ ദ ബെസ്റ്റ്. ബാക്കി നിങ്ങൾക്ക് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട സ്പെഷ്യാലിറ്റിയിലോട്ട് നിങ്ങൾക്ക് ലാൻഡ് ചെയ്യാൻ വേണ്ടി പറ്റട്ടെ എന്ന് വളരെ ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുന്നു, ആശംസിക്കുന്നു. ഓൾസോ ഡിഫറെൻ്റ് ആയിട്ടുള്ള കോളേജൊക്കെ ചൂസ് ചെയ്യുന്ന സമയത്ത് എല്ലാ കാര്യങ്ങളും മനസ്സിലാക്കിയിട്ട് ചൂസ് ചെയ്യുക. എസ്പെഷ്യലി പ്രൈവറ്റ് എന്നൽ കോളേജൊക്കെ ചൂസ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് ആവശ്യമുള്ള ഡിപ്പാർട്ട്മെൻറ്റ് മാത്രം ചൂസ് ചെയ്താൽ മതി. കാര്യം നമ്മൾ നല്ലൊരു എമൗണ്ട് അവിടെ സ്പെൻഡ് ചെയ്യുന്നുണ്ട്. സോ നമ്മൾ ആവശ്യമില്ലാത്ത, നമ്മൾക്ക് വിചാരിക്കാത്തൊരു ഡിപ്പാർട്ട്മെൻറ്റ് കിട്ടി നമ്മൾ ആത്മാർത്ഥത ഇല്ലാണ്ട് പഠിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമ്മൾ സ്പെൻഡ് ചെയ്യുന്ന എമൗണ്ട് തിരിച്ചു പിടിക്കാനുള്ള സാഹചര്യവും സമയവും വളരെയധികം മുന്നോട്ട് പോകും. സോ ഇഫ് യു ആർ റിയലി ഇൻട്രസ്റ്റഡ് ടു ഗോ ടു ദാറ്റ് ബ്രാഞ്ച്, അങ്ങനെയാണെങ്കിൽ മാത്രം പ്രൈവറ്റ് ഡെൻ്റൽ കോളേജ് ചൂസ് ചെയ്യുക. എസ്പെഷ്യലി ഇൻ പ്രൈവറ്റ് ഡെൻ്റൽ കോളേജ് ഗവൺമെൻറ് സീറ്റ്സ് ആണെങ്കിലും അങ്ങനെ തന്നെയാണ്. സ്റ്റൈപ്പൻഡ് കൊണ്ട് മാത്രം നിങ്ങൾ എന്ത് ചെയ്യരുത്, ഒരു ഗവൺമെൻറ് സീറ്റ്സ് ചൂസ് ചെയ്യരുത്. ഇഫ് യു ആർ റിയലി പാഷനേറ്റ്, നിങ്ങൾ ആ ഡിപ്പാർട്ട്മെൻറ്റിൽ പാഷനേറ്റ് ആണ്, അല്ലെങ്കിൽ നിങ്ങൾക്ക് ആ ഡിപ്പാർട്ട്മെൻറ്റിൽ ഷൈൻ ചെയ്യാൻ വേണ്ടി പറ്റുന്നുള്ള ഉറപ്പുണ്ടെങ്കിൽ മാത്രം ചൂസ് ചെയ്യുക. കാര്യം MDS പോലത്തെ ഒരു സ്പെഷ്യാലിറ്റി ചൂസ് ചെയ്യുന്ന സമയത്ത് പാഷനേറ്റ് അല്ലാത്തൊരു സ്ഥലത്താണ് നിങ്ങൾ ലാൻഡ് ചെയ്യുന്നതെങ്കിൽ നമ്മൾ അതിൻ്റേതായിട്ടുള്ള സ്ട്രഗിൾസും ബാക്കി കാര്യങ്ങളും നമ്മൾ എടുക്കേണ്ടി വരും. സോ അതെല്ലാം മനസ്സിലാക്കിയിട്ട് എന്ത് ചെയ്യുക, കൗൺസിലിംഗ് പ്രോപ്പർലി ഹാൻഡിൽ ചെയ്യുക എന്നുള്ളതും കൂടി പറഞ്ഞ് അവസാനിപ്പിക്കുകയാണ്. ഓൾ ദി ബെസ്റ്റ്.